എടവനക്കാട് തീരപ്രദേശത്ത് കടൽക്ഷോഭം തടയുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ പൂർണ്ണമാണ്. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയാണ്, വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതിരോധം? ഹർത്താൽ പൂർണ്ണമാണോ? വാഹനങ്ങളൊന്നും ആ വഴി കടക്കാൻ അനുവദിക്കുന്നില്ലേ? നാട്ടുകാർ എന്ത് പറയുന്നു? പോലീസ് സേനയുണ്ടോ സ്ഥലത്ത്? അരുൺകുമാർ, ഈ കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശത്താണ്. കാലങ്ങളായിട്ടും ഈ പ്രശ്നത്തിനൊരു പ്രതിവിധി കാണുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ എടവനക്കാട് റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിരുന്നു. ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കടൽഭിത്തി എന്ന ഇവരുടെ അടിസ്ഥാന ആവശ്യം ഇതുവരെയും പരിഗണിക്കപ്പെടുന്നില്ല. കളക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. നിലവിൽ ഇവിടെ ഹർത്താൽ നടക്കുകയാണ്. റോഡ് പ്രതിഷേധക്കാർ ഉപരോധിച്ചിരിക്കുകയാണ്. പക്ഷേ അത്യാവശ്യ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങൾ പോലെ അത്യാവശ്യ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിട്ടുകൊണ്ട് ബാക്കി വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് വഴിതിരിച്ചു വിടുകയാണ്. ചേട്ടാ, ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇന്നത്തെ പ്രതിഷേധം രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെയാണ് പ്രതിഷേധം. നമ്മൾ എടവനക്കാട് പഞ്ചായത്തിൽ മാത്രം. അപ്പോൾ 12 മണിക്ക് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, തീരദേശ മേഖലയിലെ 3 വാർഡ് മെമ്പർമാർ, സമരസമിതിയിലെ 4 പേര്, അങ്ങനെ മൊത്തം 9 പേര് ചർച്ചയ്ക്ക് പോകുന്നുണ്ട്. ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടെ സമരം അവസാനിപ്പിക്കും. അതല്ല എങ്കിൽ 6 മണിവരെ ഈ സമരം തുടർന്നുകൊണ്ട് പോകും. മാത്രമല്ല ശക്തമായ തുടർ സമരങ്ങൾ ഉണ്ടാകും. ഇന്നലെ സബ് കളക്ടർ പറഞ്ഞത് ഒരു താൽക്കാലിക പരിഹാരം ഉടൻ കാണാം, ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് ഉടൻ തന്നെ എത്താൻ ശ്രമിക്കാമെന്നാണ്. ഇങ്ങനെ ഒരു താൽക്കാലിക പരിഹാരം കണ്ടാൽ നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമോ? ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് സാധാരണ ഞങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞ് വെക്കുന്നത് മണൽ വാട, പിന്നെ ജിയോ ബാഗ്. ഈ ജിയോ ബാഗ് ഒരു കടലിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും. രണ്ടാമത്തെ കടൽ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ജിയോ ബാഗ് വെച്ചുകൊണ്ടുള്ള പരിഹാരത്തിന് ഈ സമരസമിതി ഇല്ല. താൽക്കാലികമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ 20 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന യാതനയാണത്. ഇവിടെ ആളുകളെ ചുമന്നുകൊണ്ട് വരെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് മണ്ണ് മാറ്റട്ടെ, വാട വെക്കട്ടെ, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ അതിന് ശാശ്വത പരിഹാരമില്ല. അതിന്റെ പേരിൽ തന്നെ അവരിവിടെ അണിയിൽ നിന്ന് നടന്ന് സെയ്തുമുമ്മ റോട്ടിൽ കയറിയിട്ട് സമരസമിതിയുടെ വരാതെ നേരെ ചെറായിലേക്ക് വിട്ടുകളഞ്ഞു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി ഇല്ല. അതിന്റെ പേരിലാണ് അവർ വിട്ടുകളഞ്ഞത്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം വെച്ചാൽ ചെല്ലാനമോള ടെട്രപ്പാടാണ്, അല്ലാതെ ഇവിടെ ഒരു ശാശ്വത പരിഹാരമില്ല. അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരാൻ അവർക്ക് പറ്റാത്തതിന്റെ പേരിലാണ് അവർ വിട്ടുകളഞ്ഞത്. ഇന്നലെ ഇപ്പോൾ നിങ്ങൾ റോഡ് ഉപരോധിച്ചു, ഇന്നിപ്പോൾ ഹർത്താലിലേക്ക് കടന്നു. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇതിനേക്കാൾ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമരസമിതിയാണ് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് നമ്മൾ കടക്കും. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു വിജയം കണ്ടതിന് ശേഷം മാത്രമേ ഈ സമരം നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും. അരുൺകുമാർ, ആവശ്യം ഇതാണ്. ഈ കടൽ ആക്രമണത്തിന് കൃത്യമായ ഒരു ശാശ്വതമായ പരിഹാരം വേണം, ഈ കടൽ ഭിത്തി വേണമെന്ന ആവശ്യം നിരന്തരമായി കാലങ്ങളായി ഉന്നയിച്ചിട്ടും കൃത്യമായ ഒരു പരിഹാരം കാണാനോ ഇടപെടൽ നടത്താനോ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന ആരോപണം. ഇന്നലെ സബ് കളക്ടറോട് പ്രതിഷേധക്കാർ നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ മുന്നോട്ട് വെച്ച ആവശ്യവും അതാണ്. എന്തായാലും ഇന്ന് എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണി വരെ ഈ ഹർത്താൽ തുടരും. ഇന്ന് അല്പസമയത്തിനകം 9 മണിക്ക് ഇവരുടെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. അതിനുശേഷം 12 മണിക്ക് കളക്ടറേറ്റിൽ കളക്ടറുമായി ഒരു യോഗമുണ്ട്. ഈ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും മുന്നോട്ടുള്ള പ്രതിഷേധ മാർഗങ്ങൾ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്നലെ റോഡ് ഉപരോധിച്ചു, ഇന്ന് ഹർത്താൽ നടത്തി. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അരുൺ. അലി അക്ബർ ഷാ, ഒരു പ്രേക്ഷകൻ പറയുന്നു, തീരപ്രദേശത്തെ കടൽ കയറി വരുന്നു, 2 സർക്കാരുകളും ഇതൊന്നും കണ്ട മട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം സർക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ കളക്ടർ ഉറപ്പ് കൊടുത്തിരുന്നതാണ്. ഇന്നിപ്പോൾ ചർച്ചയിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായാൽ എടവനക്കാട് പഞ്ചായത്തിലെ ഹർത്താൽ അവസാനിക്കും, അതല്ലെങ്കിൽ 6 മണി വരെയും നീളും എന്നുള്ളതാണ്. അപ്പോൾ എടവനക്കാട് പഞ്ചായത്ത് വഴി കടന്നു പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ വാഹനവുമായി പോയാൽ എമർജൻസി അല്ലെങ്കിൽ ആ സ്ഥലത്തൂടെ കടന്നു പോകാൻ കഴിയില്ല.